ഗുഡ് ഈവനിങ്. എൻ്റെ പേര് റോഷൻ. ഞാനൊരു MEP ഫീൽഡിൽ ഒരു 12+ ഇയേഴ്സിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്. ഇന്നിവിടെ നമ്മളൊരു ചെറിയൊരു പ്രസന്റേഷൻ, ഒരു ചെറിയൊരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് കൂടിയേക്കണാണ്. എന്താണ് MEP സിസ്റ്റംസ് എഞ്ചിനീയറിംഗിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ വെൽക്കം ടു ദ സെഷൻ. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു MEPയിലെ ഫണ്ടമെന്റൽസ് എന്തൊക്കെയാണ്, MEPയിലെ കാരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, കാരിയർ ഗ്രോത്തും സാലറി എക്സ്പെക്ടേഷൻസും ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ഈ ഒരു MEP എന്നുള്ള ഒരു കാരിയർ ചൂസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് MEPയിലെ നേച്ചർ ഓഫ് ജോബ്, ഇപ്പം ഈ ഒരു കാരിയർ ചൂസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് അപ്സ്കിൽ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഈ കോഴ്സിന്റെ ചെറിയ ഫീച്ചേഴ്സ്, ഇവ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ ദി എൻഡ് നമുക്കൊരു Q&A സെഷനും കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്വറീസോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് MEP എന്ന് വെച്ചാൽ ഈ മൂന്ന് അക്ഷരങ്ങൾ പറയുന്ന പോലെ തന്നെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡിസിപ്ലിനെ കുറിച്ച് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിനാണ് MEP എന്ന് പറയുന്നത്. ഇനി MEP എന്നുള്ള വാക്ക് കേൾക്കാത്തതായിട്ടുള്ള കുറെ ആൾക്കാർ ഇവിടെ നമ്മുടെ കൂടെ തന്നെ കാണും, അറിയുന്നവരും കാണും. ഇതെല്ലാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരു സിസ്റ്റംസ് ആണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കരുതും അവിടെ സിവിലാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. പക്ഷെ സിവിലിന്റെ കൂടെ തന്നെ ഒരു ബിൽഡിംഗ് നമ്മൾ പണിയുമ്പം ആ ഒരു ബിൽഡിങ്ങിന് ജീവൻ നൽകുന്നത്, അതിന് ശ്വാസം നൽകുന്നത്, അത് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ MEP സിസ്റ്റംസ് ആണ്. ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് പ്രകാശം നൽകുന്നത്, ഇലക്ട്രിസിറ്റി നൽകുന്നത്, അതിൻ്റെ അകത്ത് ഹീറ്റിംഗ് ആൻഡ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് വർക്ക് ചെയ്യണത്, അതിന്റെ പ്ലംബിംഗ് സിസ്റ്റം, വെള്ളവും വേസ്റ്റ് വാട്ടറൊക്കെ റിമൂവ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ MEP സിസ്റ്റംസ് ത്രൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് MEPയിലെ എന്തൊക്കെയാണ് ഓരോ MEP എന്ന് പറയുന്ന ഡിസിപ്ലിൻസിനും നമുക്ക് നോക്കാം. എന്ന് പറയുന്ന അക്ഷരം മെക്കാനിക്കൽ ഡിസിപ്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. മെക്കാനിക്കൽ ഡിസിപ്ലിനിൽ നമ്മൾ കൂടുതലായും കവർ ചെയ്യുന്നത് HVAC സിസ്റ്റം എന്നാണ്. HVAC സിസ്റ്റം എന്ന് വെച്ചാൽ ഹീറ്റിംഗ്, വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു മുറിക്കകത്തേക്ക് കയറുമ്പോൾ അവിടെ എങ്ങനെയാണ് അവിടുത്തെ താപനില കൺട്രോൾ ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യണത്. ഇപ്പം മിക്കവരുടെ വീട്ടിലും AC കാണും അല്ലെ, അല്ലെങ്കിൽ നിങ്ങളൊരു മോളിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വല്ല കോർപ്പറേറ്റ് ഓഫീസിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഷോപ്പിംഗ് സെന്റേഴ്സിലോട്ട് പോയിട്ടുണ്ടാവും. ഇവിടെയൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോറൂംസിൽ കയറുമ്പോഴും അവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാം ACs ഉണ്ട്. എങ്ങനെയാണ് ഈ AC പ്രവർത്തിക്കുന്നത്, എന്താണ് അതിന്റെ പുറകെയുള്ള പ്രവർത്തനങ്ങൾ, എന്തൊക്കെ മെഷീനറിയാണ് അതിനുള്ളത്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യണം, എന്താണ് അതിന്റെ ഡിസൈൻ, ഇതൊക്കെയാണ് നമ്മൾ മെക്കാനിക്കൽ ഫണ്ടമെന്റൽസിലായിട്ടുള്ള HVAC ഡിസിപ്ലിനിൽ കവർ ചെയ്യണത്. MEPയിലെ രണ്ടാമത്തെ അക്ഷരം E എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ ആണ്. ഇലക്ട്രിക്കൽ ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ഒരു മുറിക്കകത്തേക്ക് എങ്ങനെയാണ്, അല്ല ഒരു വീടിന്റെ അകത്തേക്ക് പോലും എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി വരുന്നത്, ഈ ഇലക്ട്രിസിറ്റി കണക്ഷൻ വന്നിട്ട് അത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയി പോകുന്നത്. ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന ഒരു പിക്ചർ ഉണ്ട്. ഈ പിക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടവറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഈ ഒരു ടവറിന്റെ അകത്തേക്ക് പുറമേ നിന്ന് വരുന്ന ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ട്രാൻസ്ഫോർമർ ത്രൂ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമ്മുടെ ഓരോ ലെവലിലോട്ടും സ്വിച്ച് ഗിയർ സംവിധാനം ത്രൂ എങ്ങനെ അത് SNDB ത്രൂ അത് ഒരു DB ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലോട്ട് പോകുന്നത്, ആ DBന്ന് എങ്ങനെയാണ് നമ്മൾ ഓരോ പോയിന്റ്സിലോട്ട്, എവിടെയാണ് നമ്മുടെ യൂട്ടിലിറ്റി പോയിന്റ്സ്, അതായത് നമ്മുടെ സോക്കറ്റുകൾ, നമ്മുടെ ലൈറ്റുകൾ, ഇതിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ കണക്ഷൻസ് ചെയ്യണത്. ഇപ്പം ഇത് നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ളൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എന്ന് പറയുന്നത് അല്ലേ, മിക്കവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ എങ്ങനെയാണ് അവിടെ ഓരോ ബ്രേക്കേഴ്സിനെയും സെലക്ഷൻ ചെയ്യണത്, എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഓരോ സർക്യൂട്ടും കണക്ട് ചെയ്യണത്, ഈ സർക്യൂട്ടിന്റെ അകത്തൊക്കെ എത്ര ലൈറ്റ്സും ഫാനും അല്ലെങ്കിൽ സോക്കറ്റ്സും ബാക്കി എന്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ അകത്ത് ബ്രേക്കേഴ്സിന്റെ റേറ്റിംഗ് എങ്ങനെയാണ് സെലക്ട് ചെയ്യണത്, എന്തൊക്കെ തരത്തിലുള്ള ബ്രേക്കേഴ്സ് ഉണ്ട്, ഈ ബ്രേക്കേഴ്സിന്റെ ഉപയോഗം എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇലക്ട്രിക്കൽ ഡിസിപ്ലിനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി പ്ലംബിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് വെള്ളം കൊടുക്കുന്നതും ശുദ്ധജലം കൊടുക്കുന്നതും അതുപോലെ തന്നെ മലിനജലം നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്ലംബിംഗ് ഡിസിപ്ലിനിൽ വരുന്നത്. ഈ വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുള്ളതുണ്ട്. സോയിൽ വാട്ടർ ഉണ്ട്, നമുക്ക് ഗ്രേ വാട്ടർ ഉണ്ട്. പിന്നെ ഓരോ സിസ്റ്റംസ് അല്ലെങ്കിൽ സംവിധാനം അനുസരിച്ച് എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിന്റെ വാട്ടർ സപ്ലൈയും ഡ്രെയിനേജ് ടൈമും വരുന്നത്. അതുപോലെ തന്നെ ഒരു ടവറിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഇവിടെയൊക്കെ എന്താണ് വ്യത്യാസമുള്ളത്, ഇവിടേക്ക് എങ്ങനെയാണ് വാട്ടർ സപ്ലൈ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡ്രെയിനേജിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്, എന്തൊക്കെ ടൈപ്പ് ഡ്രെയിനേജസ് വരും. ഇപ്പൊ നിങ്ങൾ ഈ ഒരു പിക്ചർ കാണാം, ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത് ഒരു ഓവർഹെഡ് ടാങ്ക് കാണുന്നുണ്ട്. മിക്ക ബിൽഡിങ്സിനുള്ള ഒരു സംവിധാനമാണ് ഒരു ഓവർഹെഡ് സ്റ്റോറേജ് ടാങ്ക്.
ഈ ഓവർ ഹെഡ് സ്റ്റോറേജ് ടാങ്കിലോട്ട് എങ്ങനെ ആദ്യം വെള്ളം വരും? നേരിട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കില്ല. നമുക്ക് മിക്കവാറും ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്ക് ആണ്. അവിടുന്ന് പമ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഓവർ ഹെഡ് സ്റ്റോറേജ് ടാങ്കിലോട്ട് കൊടുക്കണം. അവിടുന്ന് ഗ്രാവിറ്റി ട്രെയിൻ അല്ല, ഗ്രാവിറ്റി ഫ്ലോ പ്രകാരം ഗ്രാവിറ്റിയുടെ പവറിൽ വെള്ളം താഴോട്ട് എല്ലാ ലെവലിലോട്ടും എത്തും. എന്നാൽ പോലും ചില ലെവൽസ് ഏറ്റവും മേളിൽ നിൽക്കുന്ന റൂമുകളിലോട്ട് അവിടെ പ്രഷർ കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ അവിടെ പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ട് പ്രഷർ പമ്പും വേറെ സംവിധാനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൂടുവെള്ളത്തിനുള്ള സംവിധാനം എങ്ങനെയാണ്? അത് ഹീറ്റർ ആണോ, സോളോ വാട്ടർ ഹീറ്റർ ആണോ, വേറെ എന്തെങ്കിലും സംവിധാനമാണോ? ഇതെല്ലാം നമ്മൾ പ്ലംബിംഗ് ഡിസിപ്ലിനിൽ നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് നമ്മൾ റിമൂവ് ചെയ്യണത്? അത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? ട്രീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യണത്? എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? റിസൈക്കിൾ ചെയ്യുന്നുണ്ടോ? ഈ വക കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലംബിംഗ് ഡിസിപ്ലിനിൽ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ MEP പഠിക്കുന്നതുകൊണ്ടുള്ള കാരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പം MEP പ്രൊഫഷണൽസ് വേൾഡ് വൈഡ്, ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തും ഒരുപാട് ഡിമാൻഡിലുള്ളതാണ്. ഇതിപ്പോ ഞാൻ വെറുതെ പറയണല്ല, ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു സ്നിപ്പറ്റും കൂടെ കാണിച്ചത് നിങ്ങളെ. ഇത് ക്രെഡയുടെ ഒരു റിപ്പോർട്ടാണ്. ക്രെഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത് ക്രെഡയുടെ ഒരു റിപ്പോർട്ടാണ്. ജൂലൈ 2025 ഇന്ത്യ ഹൗസിംഗ് റിപ്പോർട്ടിൽ കുറച്ച് ഫൈൻഡിങ്സ് ആണ്. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഈ കഴിഞ്ഞ 2025 2025 9% ഗ്രോത്ത് ആണ് നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കാണിച്ചിരിക്കുന്നത് ഹൗസിംഗ് സെയിൽസിൽ. ഈ ഹൗസിംഗ് സെയിൽസ് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ ഒരുപാട് ബിൽഡിങ്സ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് വേൾഡ് പാൻ ഇന്ത്യ ഹൗസിംഗ് സെയിൽസിന്റെ കണക്കാണ്. സെയിം തിങ് നമ്മളിപ്പം ഒരു മെട്രോ സിറ്റിയുടെയും കൂടെ ഇവർ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇയറിനെ അപേക്ഷിച്ച് 23% ഗ്രോത്ത് ആണ് ചെന്നൈയിലെ ഹൗസിംഗ് യൂണിറ്റ് സോൾഡിന്റെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി നല്ല ബൂമിംഗിലാണ്. ഈ ബൂമിംഗ് ആകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രൊഫഷണൽസിനെയും അവർക്ക് ആവശ്യമുണ്ട്, റൈറ്റ്? ഇപ്പം നല്ലൊരു സമയം തന്നെയാണ് നമുക്ക് ജോലി അന്വേഷിച്ച് അപ്ലൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാനും പറ്റിയൊരു അവസരം തന്നെയാണിത്. കമ്മിങ് ബാക്ക് ടു മൈ പ്രസന്റേഷൻ, ഇനി നമുക്ക് നോക്കാം കാരിയർ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യയിലാണെങ്കിലും അബ്രോഡ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയുടെ ബൂമിംഗ് നടക്കുന്നുണ്ട്. സോ ഇവിടെ കുറച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്തേക്കുന്ന കുറച്ച് കൺസൾട്ടന്റ് കമ്പനീസും കോൺട്രാക്ടിങ് കമ്പനീസിനെ കുറിച്ചുള്ള ഒരു ലിസ്റ്റാണ്. ഇനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം. ഇവിടെ നമുക്കൊരു 3 ടയേഴ്സ് ആയിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കാം. ഫോർ എക്സാമ്പിൾ ക്ലയന്റ്, കൺസൾട്ടന്റ് ആൻഡ് കോൺട്രാക്ടർ. ഇപ്പം ഏതെങ്കിലും ഒരു നാട്ടിലൊരു കൺസ്ട്രക്ഷൻ പറഞ്ഞു നിങ്ങൾ, ഏതെങ്കിലും ഒരു ടവർ, നമുക്കൊരു ഹോട്ടൽ തന്നെ എടുക്കാം, നമ്മുടെ ഹോളിഡേ ഇൻ ഹോട്ടൽ. ഓക്കെ, ഹോളിഡേ ഇൻ ഹോട്ടൽ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഉള്ള ഒരു വലിയ ശൃംഖലയാണ്. അവരാണ് ക്ലയന്റ്. അവർക്ക് നാട്ടിൽ വന്നിട്ട് ഒരു ഹോട്ടൽ സംവിധാനം തുടങ്ങണമെന്നുണ്ട്. അപ്പം അവർ നേരിട്ട് വന്ന് പണിയല്ല ചെയ്യുന്നത്. അവർ അതിനു വേണ്ടി ക്ലയന്റ് സൈഡിലുള്ള ഹോളിഡേന്റെ ആൾക്കാർ അവര് നാട്ടിൽ അതിനുവേണ്ടിയിട്ടുള്ള നല്ലൊരു കൺസൾട്ടന്റിനെ കണ്ടുപിടിക്കും. ഈ കൺസൾട്ടന്റ് ഈ ഹോളിഡേന്റെ സ്റ്റാൻഡേർഡ് പ്രകാരം അവരുടെ ഡിസൈൻ പ്രകാരം അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് കോൺട്രാക്ടേഴ്സിനെ എല്ലാം കണ്ടുപിടിച്ച് അവരത് മാനേജ് ചെയ്യും. ഇതാണ് മെയിൻലി ഒരു കൺസൾട്ടന്റ് സൈഡിലുള്ള ജോബ് റോളിന്റെ പ്രത്യേകത. ഇനി കോൺട്രാക്ടിങ് സൈഡിലേക്ക് വരുമ്പോൾ കോൺട്രാക്ടർ ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്ത് ബിൽഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലായില്ല. ദർ ഇസ് ക്ലയന്റ്, ദർ ഇസ് കൺസൾട്ടന്റ് ആൻഡ് ദെൻ കോൺട്രാക്ടർ. ഇനി കുറച്ച് കൺസൾട്ടന്റ് കമ്പനീസിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ലൈക്ക് എയ്കോം, ജേക്കബ്സ് എഞ്ചിനീയറിംഗ്, WSP ഗ്ലോബൽ, അറൂപ്, ബെക്ടൽ, ഫ്ലുവർ കോർപ്പറേഷൻ, പാർസൺസ്, മോട്ട് മക്ഡൊണാൾഡ്, അർക്കാഡിസ്, സ്റ്റാൻടെക് എക്സെട്ര. അതുപോലെ തന്നെ കോൺട്രാക്ടിങ് കമ്പനീസിന്റെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് L&T ഉണ്ട്, ലാർസൻ ആൻഡ് ടൂബ്രോ, ടാറ്റ പ്രോജക്ട്സ്, ഷപ്പോർജി പലോഞ്ചി, വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, തെർമാക്സ്, സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ, പഞ്ച് ലോയിഡ്, ഗാമൺ ഇന്ത്യ, നാഗാർജുന കൺസ്ട്രക്ഷൻസ്. ഇതൊക്കെ കുറച്ച് ലിസ്റ്റ് മാത്രമാണ്. ഇതിലും കൂടുതൽ കൺസ്ട്രക്ഷൻ കമ്പനീസും കോൺട്രാക്ടിങ് കമ്പനീസും ഉണ്ട്. ഇവരൊക്കെ വേൾഡിലെ ടോപ്പ് ടിയർ പ്ലേയേഴ്സ് ആണ്. ഇന്ത്യയിലും ഇവർക്കെല്ലാം നല്ല പ്രസൻസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ MEP ഡിസിപ്ലിനിലോട്ട് എടുത്തു കഴിഞ്ഞാൽ, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കാരിയർ ഗ്രോത്തും സാലറി എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്തായിരിക്കും. ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരാൾക്ക്, അതായത് ഒരു എക്സ്പീരിയൻസ് 0 to 2 years ഒക്കെ ഉള്ള ആളാണെങ്കിൽ ട്രെയിനി ഡിസൈൻ എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരു 1 to 2 lakh പെർ ആനും, എബ്രോഡ് ഒക്കെ പോവുകയാണെങ്കിൽ 3 to 4 lakh പെർ ആനും സാലറി കിട്ടുന്നതാണ്. അതേസമയം ഒരു 2 to 5 year എക്സ്പീരിയൻസ് ആയുള്ള ഒരാൾക്ക് ജൂനിയർ ഡിസൈൻ എഞ്ചിനീയർ പോസ്റ്റിലോട്ട് കയറാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ സാലറി വരുന്നത് ഒരു 4 to 7 lakhs പെർ ആനും, എബ്രോഡ് ഒക്കെ ആണെങ്കിൽ 9 to 12 lakhs പെർ ആനും. ഇനി ഒരു സീനിയർ ഡിസൈൻ എഞ്ചിനീയർ ദാറ്റ് ഇസ് വിത്ത് 5 to 10 year എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ ഒരു 10 to 12 lakhs പെർ ആനവും, എബ്രോഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 15 to 20 lakh പെർ ആനെങ്കിലും കിട്ടും.
ഇനി അതേസമയം 10 to 15 years എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഡിസൈൻ മാനേജർ റോളിലോട്ട് കയറാൻ പറ്റും. അവിടെ ഇന്ത്യയിൽ സാലറി വരുമ്പം 15 to 20 lakh per annum. അബ്രോഡൊക്കെ പോകുമ്പോഴത്തേക്ക് അത് 22 to 25 lakh per annum എല്ലാം കിട്ടും. ഇനി 15+ years ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തുകൊണ്ടും ഒരു ഹെഡ് ഓഫ് ഡിസൈൻ ടീമിലോട്ട് കയറാൻ പറ്റും. പ്രൊവൈഡഡ് ദാറ്റ് വി കീപ് അപ്സ്കില്ലിംഗ് അവർ സെൽഫ്. ഓക്കെ, അപ്പം സാലറി ഒക്കെ ഇന്ത്യയിൽ ഒരു 25 to 35 lakh per annum. അബ്രോഡൊക്കെ പോവുകയാണെങ്കിൽ അതൊരു 40 to 45 lakh per annum കിട്ടും. ഈ ആർക്കൊക്കെ ഈ ഒരു MEP എന്നൊരു കാരിയർ ചൂസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരാണ്. ഡിപ്ലോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കൊല്ലത്തെ റെക്കഗ്നൈസ്ഡ് പോളിടെക്നിക് ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി പൊസിഷൻ തന്നെ MEP ഡ്രാഫ്റ്റ്മാൻ, CAD ടെക്നീഷ്യൻ എന്നുള്ള ലെവലിലോട്ട് കയറാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് സീനിയർ MEP കോർഡിനേറ്റർ, സൈറ്റ് സൂപ്പർവൈസർ എന്ന ലെവലിലേക്കാണ്. പക്ഷെ അതിലും കൂടുതലുള്ള ലെവലിലോട്ടൊക്കെ പോകാൻ പറ്റും. നിങ്ങൾ അപ്സ്കിൽ ചെയ്യണം, വേറെ സർട്ടിഫിക്കേഷൻസും വേറെ ഡിഗ്രീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിലും ബെറ്റർ പൊസിഷനിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങളൊരു BE/BTech ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ, അതായത് 4 കൊല്ലത്തെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ നിങ്ങൾക്ക് ഒരു ജൂനിയർ MEP എഞ്ചിനീയർ അല്ലെങ്കിൽ ഡിസൈൻ എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലോട്ട് കയറാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് MEP മാനേജർ, സീനിയർ പ്രോജക്ട് മാനേജർ എന്ന റോളിലോട്ടൊക്കെ എത്താൻ പറ്റും. ഇവിടെ ഹയർ മാനേജർ പൊസിഷനിലോട്ടൊക്കെ ഒരു 10 to 15 years ഉള്ള എക്സ്പീരിയൻസും കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഈസി എടുത്താൻ പറ്റും. പ്രൊവൈഡഡ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജോലിക്ക് കയറി കഴിഞ്ഞാലും കീപ് അപ്സ്കില്ലിംഗ്, കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, ഓരോ ഫീൽഡിലും എക്സ്പേർട്ട് ആവാൻ നോക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രൊഫഷൻ കയറുന്നത്. ഇനി മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ME, MTech ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു MEP എഞ്ചിനീയറായിട്ട് കയറാൻ പറ്റും, അല്ലെങ്കിൽ സീനിയർ ഡിസൈൻ എഞ്ചിനീയറായിട്ട് കയറാൻ പറ്റും. ഒരു മാക്സിമം പൊസിഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന MEP ഡയറക്ടർ, ചീഫ് എഞ്ചിനീയർ, ടെക്നിക്കൽ ഡയറക്ടർ എന്ന റോളിലോട്ട് കയറാൻ പറ്റും. ഇവർക്ക് ഒരു ആക്സിലറേറ്റഡ് ട്രജക്ടറി തന്നെയാണ്. ബിക്കോസ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഡയറക്ട്ലി ലീഡർഷിപ്പ് റോളിലോട്ടൊക്കെ മൂവ് ചെയ്യാനും പറ്റും. ഒരു ഡയറക്ടർ ലെവൽ പൊസിഷൻ 12 to 15 years കൊണ്ടൊക്കെ എത്താൻ പറ്റും. അതേസമയം MBA ബാക്ക്ഗ്രൗണ്ട് വിത്ത് എഞ്ചിനീയറിംഗ് ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഡയറക്ട്ലി സ്റ്റാർട്ടിംഗ് തന്നെ ഒരു പ്രോജക്ട് എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ റോളിലോട്ട് കയറാൻ പറ്റും. മാക്സിമം പൊസിഷൻ നിങ്ങൾക്ക് എത്താൻ പറ്റുന്നത് ഏറ്റവും ഹെഡ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ്. അതായത് വൈസ് പ്രസിഡന്റ്, ബിസിനസ് ഹെഡ്, പിന്നെ C-suite ലൈക്ക് CEO, COO, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ആ ലെവലിലോട്ടൊക്കെ നിങ്ങൾക്ക് കയറാൻ പറ്റും. ഇതെല്ലാം ഒരു ബിസിനസ് അക്യുമെൻ, സ്ട്രാറ്റജിക് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു 15 to 20 years എക്സ്പീരിയൻസ് ഒക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു ടോപ്പ് ടിയർ പൊസിഷനിലോട്ട് തന്നെ എത്താൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഈ MEP ഡിസിപ്ലിൻ അല്ലെ MEP കാരിയറിൽ നേച്ചർ ഓഫ് ദ ജോബ് എന്തൊക്കെയാണ്. ബേസിക്കലി നമ്മൾ ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ സൈറ്റ് വർക്ക് പൊസിഷൻസും ഉണ്ട്, ഡെസ്ക് വർക്ക് പൊസിഷൻസും ഉണ്ട്. സൈറ്റ് വർക്ക് പൊസിഷൻ പേര് പറയുന്ന പോലെ തന്നെ കൂടുതൽ സമയം സൈറ്റിലായിരിക്കും. ഡെസ്ക് വർക്ക് പൊസിഷൻ എന്ന് പറയുന്നത് കൂടുതൽ സമയം ഡെസ്ക് ബേസ്ഡ് ആയിരിക്കും. ഇനി സൈറ്റ് വർക്ക് പൊസിഷനിൽ നമുക്ക് MEP സൈറ്റ് എഞ്ചിനീയർ, അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഡെയിലി സൈറ്റ് വിസിറ്റ് ചെയ്യുക, ഇൻസ്റ്റലേഷൻസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യുക, ക്വാളിറ്റി ചെക്ക് നടത്തുക. MEP കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ സെയിം തന്നെയാണ്, പക്ഷെ ബാക്കിയുള്ള ട്രേഡ്സ് ആയിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ നോക്കുക. MEP തന്നെ പല ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പൊ MEPയുടെ ട്രേഡ്സിന് കൊണ്ടുള്ള കോർഡിനേഷൻ നോക്കുക. അത് കൂടാണ്ട് തന്നെ ബാക്കി ID, ഫിറ്റ് ഔട്ട്, ആർക്കിടെക്ചർ, സിവിൽ ഇവരുടെ എല്ലാവരുടെയും കോർഡിനേഷനും നോക്കുക. ക്ലാഷ് റെസൊല്യൂഷൻസ് ഒക്കെ ചെയ്യിക്കുക. ഇതൊക്കെയാണ് MEP കോർഡിനേറ്റർ റെസ്പോൺസിബിലിറ്റി. സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി MEP ടീം സൈറ്റിൽ അവർ വർക്ക് ചെയ്യണതെല്ലാം സൂപ്പർവൈസ് ചെയ്യുക, ഇൻസ്റ്റാളേഷൻസ് ഒക്കെ പ്രോപ്പർ ആണെന്ന് നോക്കുക. ഇനി ഒരു കമ്മീഷനിങ് എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഇത് സിസ്റ്റംസ് നമ്മൾ ഓൺ ആക്കാനായിട്ട് അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യാനായിട്ട് ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് എന്ന് പറഞ്ഞ ഫേസ് വരും. അപ്പം അവിടെ ടെസ്റ്റിംഗ് ആൻഡ് സിസ്റ്റം സ്റ്റാർട്ടപ്പ് ആണ് ഒരു കമ്മീഷനിങ് എഞ്ചിനീയറിന്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു ലെവലിലോട്ടൊക്കെ എത്തുള്ളൂ. അതിന് മേളിലുള്ള ഒരു ലെവലാണ് പ്രോജക്ട് മാനേജർ സൈറ്റ് ബേസ്ഡ്. ഓവറോൾ MEP സിസ്റ്റത്തിന്റെ എക്സിക്യൂഷൻ മാനേജ്മെന്റ് ചെയ്യുന്ന ആളായിരിക്കും പ്രോജക്ട് മാനേജറായിട്ട് വരുന്നത്. അതേസമയം ഡെസ്ക് ബേസ്ഡ് പൊസിഷൻസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ഗോട്ട് MEP ഡിസൈൻ എഞ്ചിനീയർ. അവരുടെ റെസ്പോൺസിബിലിറ്റി ഓട്ടോക്യാഡ്, റെവിറ്റ്, HAP എന്ന് വെച്ചാൽ അവർലി അനാലിസിസ് പ്രോഗ്രാം, ഇങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു BIM മോഡലറായിട്ടും വർക്ക് ചെയ്യാം. ഈ സെയിം സാധനം തന്നെ 3D മോഡലിൽ ക്ലാഷ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്തൊക്കെ റെഡിയാക്കുക. പിന്നെ വരുന്ന MEP കൺസൾട്ടന്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺസൾട്ടന്റ് ലെവലിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഡിസൈൻസ് എല്ലാം റിവ്യൂ ചെയ്യണം. ഓക്കെ, ഡിസൈൻ ഉണ്ടാക്കണം, പുതിയതായിട്ടുള്ള ഡിസൈൻസ് നമ്മൾ ഉണ്ടാക്കണം. കോഡ്സ് ആയിട്ട് ബിൽഡിംഗ് കോഡ്സ് ഉണ്ട്, IEC കോഡ്സ്, ASHRAE, NFPA, അങ്ങനെ പല കോഡ്സ് ഉണ്ട്. ഈ കോഡ്സിന്റെ എല്ലാം നമ്മൾ അലൈൻ ചെയ്യുന്നുണ്ടോ, അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു കൺസൾട്ടന്റ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. പിന്നെ ക്ലയന്റ് ആയിട്ടുള്ള മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, അവരുടെ റിക്വയർമെന്റ്സ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാക്കി എക്സിക്യൂഷൻ സ്റ്റേജിലുള്ള കോൺട്രാക്ടേഴ്സിന് അത് കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൺസൾട്ടന്റ് ലെവലിലുള്ള ആളുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. എസ്റ്റിമേഷൻ എഞ്ചിനീയർ അടുത്തൊരു ഡെസ്ക് ബേസ്ഡ് വർക്ക് പൊസിഷൻ ആണ്. എസ്റ്റിമേഷൻ എഞ്ചിനീയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുക, അതായത്
ഒരു ഡിസൈൻ നോക്കി അതിന്റെ അതിന് ക്വാണ്ടിറ്റി ടേക്ക് ഓഫ് എടുക്കുക, എന്തൊക്കെ മെറ്റീരിയൽ ആണ് അതിന് ആവശ്യമുള്ളത്, എത്രത്തോളം മെറ്റീരിയൽ ഒക്കെ ആവശ്യമുണ്ട്, ഇതിന്റെ എല്ലാം പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി പ്രൊക്യൂർമെന്റ് ടീമിന് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ട് ബിൽഡിംഗ് ടൈമിലാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്ത് എത്ര നമുക്ക് കോസ്റ്റ് വരും, ഈ ഒരു സാധനം പണിയാനായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് എത്രത്തോളം കോസ്റ്റ് വരും, ഈ വക കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ടീമിനെ അറിയിക്കുക. ബിൽഡിംഗിൽ ഹെൽപ്പ് ചെയ്യുക, ബിഡ് പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് ഒരു എസ്റ്റിമേഷൻ എഞ്ചിനീയറുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. ഇനി ഒരു ഡിസൈൻ ബേസ്ഡ് പ്രോജക്ട് മാനേജർ എന്ന് പറയുമ്പോൾ ഡിസൈൻ ടീമിന്റെ കംപ്ലീറ്റ് മാനേജ്മെന്റും ക്ലയന്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ കൺസൾട്ടന്റ് ആയിട്ടുള്ള കോർഡിനേഷനൊക്കെയാണ് വരുന്നത്. അടുത്തൊരു അപ്കമിങ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഭയങ്കര സ്കോപ്പ് ഉള്ളൊരു പൊസിഷനാണ് എനർജി അനലിസ്റ്റ് എന്ന് പറയുന്നത്. എനർജി അനലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത് എനർജി മോഡലിംഗും സസ്റ്റൈനബിലിറ്റി അനാലിസിസ് ഒക്കെയാണ്. ഈ സസ്റ്റൈനബിലിറ്റി എന്താണ്? സസ്റ്റൈനബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റും റിസോഴ്സസ് ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പൊ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് നമ്മൾ ഫ്യൂച്ചർ ജനറേഷനും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആവശ്യങ്ങളെയും കൂടെ നമ്മൾ പരിഗണിച്ച് നമ്മൾ ആവശ്യത്തിന് മാത്രം എടുത്ത് യൂസ് ചെയ്യുക. ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് വരുന്നത്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഓരോ വർക്കുകൾ നടക്കണം, എത്രത്തോളം നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും, അല്ലെങ്കിൽ ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും എത്രത്തോളം എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് തന്നെ എങ്ങനെ എനർജി കുറച്ച് നമുക്ക് പണിയാൻ പറ്റും, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള നിങ്ങൾ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും ഡിവൈസസും എല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് എനർജി അനാലിസ്റ്റിന്റെ ജോബ് റോളിൽ വരുന്നത്. ഇനി ഞാൻ പറയാം, ഈ 2 ജോബ് റോളാണെങ്കിൽ പോലും അതായത് ഇതിനകത്തുള്ള ഏത് ജോബ് റോളാണെങ്കിൽ പോലും ബേസ്ഡ് അപ്പോൺ ദ കമ്പനി സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ നിങ്ങൾക്ക് ചിലപ്പം ഓഫീസ് ബേസ്ഡ് ആയിരിക്കും, എന്നാലും നിങ്ങൾ സൈറ്റിൽ കുറച്ച് പോകേണ്ടി വരും. മറ്റേ സൈറ്റ് ബേസ്ഡുള്ള പൊസിഷനിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഫുൾ ടൈം സൈറ്റിലേക്കാണ് നിർബന്ധമൊന്നുമില്ല, ഓഫീസിലും ഇരിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കാരിയർ ചൂസ് ചെയ്യണം? വേൾഡ് വൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഡസ്ട്രിയിൽ കാരിയർ ബൂം നടക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ബൂം നടക്കുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചർ ബൂം നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് ഇന്ത്യയുടെ പുറത്തും എല്ലായിടത്തും. ഞാൻ നേരത്തെ ക്രെഡയുടെ റിപ്പോർട്ടും കാണിച്ചു. ഇവിടെ എല്ലാം ബിൽഡിങ്സ് പണിയുമ്പം അവിടെ MEP സിസ്റ്റംസും അതിന്റെ കൂടെ തന്നെ വേണം. അപ്പൊ MEP പ്രൊഫഷണൽസ് ഒരുപാട് ഡിമാൻഡിലുള്ളതാണ്, ഇപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ ഗ്രീൻ ബിൽഡിംഗ് റെവല്യൂഷൻ ഇപ്പം നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലോകത്ത് ചുറ്റിനും ഇന്ത്യയിലടക്കം കേരളത്തിലാണെങ്കിൽ പോലും സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കേഷൻസ് റിലേറ്റഡ് ടു സസ്റ്റൈനബിലിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോമിനൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ചില എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ലീഡേഴ്സ് ഇൻ എനർജി എഫിഷ്യന്റ് ഡിസൈൻ, ഗൃഹ, IGBC സർട്ടിഫിക്കേഷൻ, ഇതെല്ലാം ഒരുപാട് റിക്വയർമെന്റിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതെല്ലാം MEP റിലേറ്റഡ് ആയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് അറിവുള്ളവർ, ഇതിന്റെ സർട്ടിഫിക്കേഷൻസ് ഉള്ളവർ, ഇവരെല്ലാം ഒരുപാട് ഡിമാൻഡുള്ള ആൾക്കാരാണ്. ഇപ്പം അടുത്തായിട്ട് IoT ആൻഡ് സ്മാർട്ട് ബിൽഡിംഗ് ടെക്നോളജി. IoT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ഒന്നുമില്ല സ്മാർട്ടായിട്ട് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന സിസ്റ്റംസ്. ഇപ്പം മിക്കവരും ഈ ഒരു വെബിനാറിൽ ജോയിൻ ചെയ്തിരിക്കുന്നതും എല്ലാവരും സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, റൈറ്റ്? അപ്പൊ ഇതിനകത്ത് തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് നമുക്ക് വീട്ടിലെ ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ക്യാമറാസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ പല സാധനങ്ങളും കൺട്രോൾ ചെയ്യാൻ പറ്റും, റൈറ്റ്? അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ IoT യൂസ് ചെയ്യാൻ പറ്റും. കുറെ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മുടെ ഓരോ സിസ്റ്റംസും വർക്ക് ചെയ്യണത്, അതിൻ്റെ അകത്ത് എപ്പോഴൊക്കെ നമുക്ക് പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ അറിഞ്ഞ് എഫിഷ്യന്റ് ആയിട്ട് ഒരു സിസ്റ്റംസിനെ റൺ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് IoTയും BMS സിസ്റ്റംസിന്റെയൊക്കെ പ്രധാനത. ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ഫുള്ളും ഇപ്പം ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ UAE-യിലാണ്. ഇവിടെ UAE-യിലാണെങ്കിലും ഒരുപാട് MEP ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം അവൈലബിൾ ആണ്. യൂറോപ്പിലും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലും ഇപ്പം ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ബൂം നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ആൾക്കാരെയും ആവശ്യമുണ്ട്. ഇനി എന്താണ് അപ്സ്കില്ലിംഗ്? അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? അപ്സ്കില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കണ്ടിന്യൂസ് ലേണിംഗ് എന്നാണ് അപ്സ്കില്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വയമായിട്ട് പഠിച്ചെടുത്ത് ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടാക്കുക, നമ്മൾ സ്വന്തമായിട്ട് സ്കില്ല് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോഴും എല്ലാം ഒരുപാട് എന്താ പറയാ ടെക്നിക്കൽ നോളജും അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ഉള്ള ആൾക്കാരെ അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യും. ഈ പറഞ്ഞ പോലെ കുറച്ച് സർട്ടിഫിക്കേഷൻ ആണ് പറഞ്ഞേക്കുന്നത്, Revit, MEP, AutoCAD, HAP, ഇത് അല്ലെങ്കിൽ ലീഡ് ഗ്രീൻ അസോസിയേറ്റ്, ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ നിങ്ങൾ റെസ്യൂമിൽ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ടും അവർ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് നിങ്ങൾക്ക് തരും ആസ് കമ്പയർഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ്, അല്ലേ? ഇനിയും ഫാസ്റ്റർ കാരിയർ പ്രൊഫഷൻ, ഇപ്പോൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ അപ്സ്കിൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കുകയാണ്.
അപ്പം അതിൻ്റെ അകത്ത് നിങ്ങളുടെ സ്വന്തം കമ്പനി തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബെറ്റർ ആയിട്ട് പ്രൊഗ്രഷൻ കിട്ടി നല്ല പൊസിഷനിലോട്ട് കയറാൻ പറ്റും. ഇനി വേറെ ഇന്റർവ്യൂസിന് പോവുകയാണെങ്കിലും അവിടെ നമുക്ക് സാലറി അത്യാവശ്യം നല്ല രീതിയിൽ നെഗോഷിയേറ്റ് എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് അപ്സ്കില്ലിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി ഒരു പ്രോ ടിപ്പ് എനിക്ക് തരാനുള്ളത്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് MEP ഫീൽഡിലോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കുറച്ച് ഡിസൈൻ ടൂൾസ് ഒക്കെയാണ്, ലൈക്ക് ഓട്ടോക്യാഡും റെവിറ്റ് MEP ഒക്കെ. പിന്നെ കൂടെ മെല്ലെ മെല്ലെ നിങ്ങൾ ഓരോ സർട്ടിഫിക്കേഷൻസ് ലൈക്ക് ലീഡ്, എനർജി മോഡലിംഗ്, BIM, TMP, അങ്ങനെ പല സർട്ടിഫിക്കേഷൻസ് ഒക്കെ മെല്ലെ മെല്ലെ എടുത്തെടുത്ത് പോവുക. ഇനി ഇവിടെ ഓഫർ ചെയ്യുന്ന കോഴ്സിന്റെ കുറച്ച് പ്രത്യേകതകളാണ് ഈ പറയുന്നത്. ഇവിടെ കോംപ്രിഹെൻസീവ് ട്രെയിനിങ്, സോഫ്റ്റ്വെയർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഓട്ടോക്യാഡ് MEP, റെവിറ്റ് MEP, HAP, BIM 360, ഇങ്ങനത്തെ കുറച്ച് സോഫ്റ്റ്വെയർസിന്റെയൊക്കെ ചെറിയ രീതിയിലുള്ള ട്രെയിനിങ്സ് എല്ലാം കൊടുക്കുന്നതാണ്. പിന്നെ റിയൽ ലൈഫ് പ്രോജക്ട്സ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് നിങ്ങൾ ക്ലാസ്സുകളിലും കോഴ്സുകളിലും ഡിസ്കസ് ചെയ്യാനും പഠിപ്പിക്കുന്നതെല്ലാം റിയൽ ലൈഫ് പ്രോജക്ട്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസിൽ തന്നെ, ആ ഒരു കോഴ്സിൽ തന്നെ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ് ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പറയാനും പറ്റും, പ്രസന്റ് ചെയ്യാനും പറ്റും. ഇൻഡസ്ട്രി റെലവന്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ലൈക്ക് ലീഡ് ഗ്രീൻ അസോസിയേറ്റ് അല്ലെ PMP, ഇങ്ങനത്തെ ഓരോ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗൈഡൻസും തരുന്നതാണ്. നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പോകുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും ഒരു 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ തന്നെയുള്ള ആൾക്കാരാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് കോഴ്സ് എല്ലാം കാരണം അറ്റൻഡ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ഉള്ള എല്ലാവരുടെയും നെറ്റ്വർക്ക്സും യൂസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും കിട്ടുന്നതാണ്. ഇവിടുത്തെ കോഴ്സസ് ഫ്ലെക്സിബിൾ വീക്ക് ഡേ ആയിട്ടും അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ടും അല്ലെങ്കിൽ ഓൺലൈൻ ബാച്ചസ് ആയിട്ടും നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ റെക്കോർഡ് സെഷൻസിനും നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ലൈഫ് ടൈം കോഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് ബേസിക്കലി ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് പറയാനുള്ളത്. ഓക്കെ, വിത്ത് ദാറ്റ് ഇത്രയുള്ള എനിക്ക് MEP സിസ്റ്റത്തെ കുറിച്ച് ചെറിയൊരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരാനായിട്ട് എന്തെങ്കിലും മനസ്സിലായി കാണുന്ന പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണം. നിങ്ങളുടെ ഡൗട്ടും എല്ലാം ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ റെഡിയാണ്. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. ഈ കോഴ്സിന്റെ ഡ്യൂറേഷനും ഫീസ് എങ്ങനെയാണ്, ഡ്യൂറേഷൻ എങ്ങനെയാണ്? കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഒരു ലിങ്ക് നിങ്ങളുടെ ഓൾറെഡി കിട്ടുന്നുണ്ടാവും. ആൻഡ് കോഴ്സിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. അവർ കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയും. MEP ആയിട്ടോ അല്ലെങ്കിൽ CAD കാരിയർ ആയിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാനാണ്, ഞാൻ പറഞ്ഞുതരാം. സാറേ, നമുക്ക് ഇതിന്റെ അകത്ത് ഡിസൈൻ സംബന്ധിച്ചായിരിക്കോ കൂടുതൽ, ഈ സോഫ്റ്റ്വെയർ സംബന്ധിച്ചായിരിക്കോ കൂടുതൽ ക്ലാസ് വരുന്നത്, അതോ ഈ ഇക്വേഷൻ വെച്ചുള്ള രീതിയിലായിരിക്കോ? ഓക്കെ, ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ നേരത്തെ കുറച്ച് സോഫ്റ്റ്വെയർസിന്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓട്ടോക്യാഡ്, റെവിറ്റ്, ഇതെല്ലാം ടൂൾസ് മാത്രമാണ്. നിങ്ങൾക്ക് ഓട്ടോക്യാഡിന്റെ കോഴ്സുകളൊക്കെ സെപ്പറേറ്റ്ലി വേറെ പലതും റൺ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അവിടെ പോയി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ MEP പഠിക്കുന്നില്ല. ഇവിടെ MEP ഡിസൈനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ആ ടൂൾസ് ഉപയോഗിച്ച് പല ടൂൾസുകളുണ്ട്. ഈ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കോഴ്സിൽ മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ MEP ഡിസൈൻ ബേസ് ചെയ്ത് ഡിസൈൻ അറിഞ്ഞിരിക്കണം, നല്ല MEPയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസൈനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇൻഡെപ്ത് നമ്മൾ പഠിക്കും. നമുക്ക് കൂടുതലും സാറേ ഇതിന്റെ അത് കാൽക്കുലേഷൻ ആയിരിക്കും കൂടുതലും വരുന്നത്. അപ്പൊ ഈ സോഫ്റ്റ്വെയർ സംബന്ധിച്ചുള്ള ക്ലാസ് കുറവായിരിക്കത്തില്ലേ? സോഫ്റ്റ്വെയർ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളും കാണും. ഓക്കെ, പക്ഷെ നമ്മൾ ഒരുപാട് അതിൻ്റെ അകത്ത് സമയം വേസ്റ്റ് ചെയ്തില്ല. ഈ കാൽക്കുലേഷൻസ് ബേസ് ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും കൂടുതലും പറഞ്ഞു തരുന്നത്. സോഫ്റ്റ്വെയർ ഞാൻ പറഞ്ഞില്ലേ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ടൂൾ മാത്രമാണ്. അത് നിങ്ങൾ ഇപ്പൊ ഓട്ടോക്യാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അല്ലേ? അതുപോലെ ഇഷ്ടം പോലെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിനകത്ത് ഏത് സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഏതിലൊരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്തിന് യൂസ് ചെയ്യണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഇങ്ങനത്തെ ഒരു MEP ഡിസൈൻ കോഴ്സ് തന്നെ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എൻ്റെ ഡൗട്ട്, നമ്മളിപ്പോ എനിക്കിപ്പോ ഓട്ടോകാഡിൽ ഒരു ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഈ കോഴ്സിൽ ചേർന്നുകൊണ്ട് ഗുണം ഉണ്ടാവുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, മനസ്സിലായി. ഓട്ടോക്യാഡും കൂടെ പഠിപ്പിച്ചു എന്നല്ലേ ചോദ്യം? അല്ലെ, ഓട്ടോകാഡിന് എനിക്ക് നല്ല ഒരു ബേസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഇത് കൊണ്ട് ഗുണം ഉണ്ടാകുമോ? മനസ്സിലായി, അതാണ് പറഞ്ഞത്. ഓട്ടോക്യാഡ് നിങ്ങൾ പഠിക്കുന്നതാണ് ഇവിടുന്ന്. ഓക്കെ. സാർ, ഈ കോഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഡിസൈൻ, MEP ഡിസൈൻ നമുക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി നമുക്ക് കിട്ടുമോ? പ്ലംബിങ്ങിൻ്റെ, ഇലക്ട്രിക്കലിൻ്റെയും HVAC അതിൻ്റെയൊക്കെ. അതെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ ഒരു MEP ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണോ സംസാരിച്ചത്? ആക്ച്വലി ഞാൻ PMP സർട്ടിഫൈഡ് ഉള്ള പ്രോജക്ട് മാനേജറാണ്. അപ്പോൾ എനിക്ക് ഈ ഫീൽഡിലേക്ക് എനിക്ക് കുറെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, PMP സർട്ടിഫൈഡിലെ PM ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് MEP സിസ്റ്റത്തിൽ അത്യാവശ്യം നല്ലൊരു വിവരം കാണുന്ന തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും നോക്കേണ്ടത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും ഫോക്കസിലായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെ. ബാക്കിയുള്ള ഏരിയസിനെ കുറിച്ച് നമുക്ക് ഇതിന്റെ അകത്ത് പഠിച്ചെടുക്കാൻ പറ്റും. ഫോക്കസ് ചെയ്തിരുന്നത് ഫിറ്റ് ഔട്ട് ആണ്. ഫിറ്റ് ഔട്ട് അങ്ങനെയാണ്. അതെ. ശരി ശരി ആയിക്കോട്ടെ. MEP കുറിച്ച് അപ്പൊ ഈ പറഞ്ഞ കറക്റ്റ് ആണ്. ഫിറ്റ് ഔട്ടിൽ MEP ബാക്കി ഡിസിപ്ലിൻസ് എല്ലാം വരുന്നുണ്ട്. ഫിറ്റ് ഔട്ടിൽ ജസ്റ്റ് ഒരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന ഐഡിയ ആൻഡ് ആർക്കിടെക്ചർ വരുന്നത്. അതിൻ്റെ അകത്ത് MEP ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലെ, അറിയായിരിക്കുമല്ലോ. അതെ. അപ്പം അതിൻ്റെ അകത്ത് ബാക്കി സിസ്റ്റംസിനെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും. നല്ലൊരു വിവരം കിട്ടും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ചോദിക്കാനുണ്ടോ? ഡിസൈനിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ നമുക്ക് ഈ ലോഡ് കാൽക്കുലേഷനും എത്ര നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ആണെങ്കിലും പ്ലംബിങ്ങിൻ്റെ ആണെങ്കിലും നമുക്ക് എത്രത്തോളം നമുക്ക് എന്താണ് കമ്പൗണ്ട്സ് ആഡ് ചെയ്യേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇത് കിട്ടത്തില്ല അതിനകത്ത് സ്കെഡ്യൂൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതൊക്കെ. യെസ്, അതെ. ഇപ്പൊ ഈ കോഴ്സ് ഡിസൈൻ ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓരോ ഡിസിപ്ലിന്റെയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് തന്നെയായിരിക്കും. അല്ലാണ്ട് ഒരാളായിരിക്കില്ല ഫുൾ സാധനങ്ങളും പഠിപ്പിക്കുന്നത്. ഇപ്പൊ മെക്കാനിക്കൽ അല്ലെ HVAC നമ്മൾ ഫോക്കസ് ചെയ്യണം, HVAC എക്സ്പേർട്ട് ആയിരിക്കും പഠിപ്പിക്കണം. ഇലക്ട്രിക്കൽ പഠിപ്പിക്കണം, ഇലക്ട്രിക്കൽ എക്സ്പേർട്ട് ആയിരിക്കും. പ്ലംബിംഗ് എക്സ്പേർട്ട് ആയിരിക്കും, പ്ലംബിംഗ് പഠിപ്പിക്കുന്നത്. റൈറ്റ്. അപ്പൊ ഓരോന്നിന്റെയും ഇൻഡെപ്ത് ഡിസൈനിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ശരി ശരി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? അതെ, വേറെ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടോ? വേഗം ചോദ്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ആൻസർ ചെയ്യാം. സാർ നമുക്ക് ഈ റണ്ണിങ് പ്രോജക്റ്റ് ബേസ് ആയിരിക്കും ക്ലാസ് പോകുന്നത്? ഗുഡ്. നമ്മുടെ കോഴ്സിൻ്റെ അകത്ത് കവർ ചെയ്യാൻ പോകുന്ന കൂടുതൽ പോർഷൻസും ലൈവായിട്ട് റണ്ണിങ് ഉള്ള പ്രോജക്ട്സിനുള്ള എക്സാമ്പിൾസ് ഒക്കെ എടുത്ത് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ബേസ് ചെയ്തിട്ട് ഫുൾ ആയിട്ട് പോകണമെന്ന് നിർബന്ധമില്ല. പല പ്രോജക്ട്സിൽ നിന്നും റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്ത് തന്നെയാണ് നിങ്ങളുടെ ഡിസൈനെല്ലാം പഠിപ്പിക്കാൻ പോകുന്നത്. അല്ലാണ്ട് ജസ്റ്റ് തിയറി ബേസ് ചെയ്ത് മാത്രമല്ല. സാർ ഇതിലൊരു ഈ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് ഒരു ഏജ് ഫാക്ടർ പ്രോബ്ലം ആവുമോ? നമുക്കിപ്പോ ഒരു 30+ ഉള്ള ആള് ഈ കോഴ്സ് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഒരു കരിയർ? ഈ സംസാരിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പറയാമോ? സാറേ, ഞാൻ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഈ ഗവൺമെന്റ് സെക്ടറിലാണ് കൂടുതലും ഓഫീസ് സംബന്ധിച്ചാണ് ജോലി ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്കൊന്ന് സ്വിച്ച് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. ബിടെക് മെക്കാനിക്കലായിരുന്നു. ബിടെക് മെക്കാനിക്കൽ അത്യാവശ്യം നല്ലൊരു ടഫ് പേപ്പർ തന്നെ അല്ലായിരുന്നോ? ടഫ് ഫീൽഡ് തന്നെ അല്ലായിരുന്നോ? അത് പഠിച്ചു കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ജോലിയിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്വിച്ച് ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഏജ് ഒരു ഫാക്ടർ അല്ല. നിങ്ങൾക്ക് പറഞ്ഞോ. ഈ ഏജ് വെച്ചൊരു ഫാക്ടർ ആണോ? അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചത്. ഏജ് ഒരു ഫാക്ടർ അല്ല. ഓക്കെ, ഏജ് എന്ന് പറയുന്ന സാധനം ഒരു ഫാക്ടർ അല്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മതി. പക്ഷെ ഹൗവർ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇനിയും MEP സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് റിയലിസ്റ്റിക്കലി ആണ് ഞാൻ പറയുന്നത്, ഒരു ഹൈ ലെവൽ മാനേജർ പൊസിഷൻ ആദ്യമേ തന്നെ എക്സ്പെക്ട് ചെയ്യില്ല. നിങ്ങളുടെ കൂടെ പഠിച്ച മെക്കാനിക്കൽ പഠിച്ച ബാക്കി എല്ലാവരും ഇപ്പൊ ഒരു മാനേജർ ലെവലിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ലെവൽ എക്സ്പെക്ട് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സിലറേറ്റഡ് ഗ്രോത്ത് കിട്ടും. എന്താ വെച്ചാൽ നിങ്ങളിപ്പോ വർക്ക് ചെയ്ത ഫീൽഡിൽ നിന്ന് തന്നെ അവിടെ നിന്ന് കുറെ നമുക്ക് എന്താ പറയാ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ സ്കിൽ സെറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇവിടെ കയറി കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ പണ്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പൊടിയാക്കി എടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ മാത്രം മതി. അതുകൊണ്ട് സാറേ, ഈ ഒരു ഡൗട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം. ഏജ് എന്ന് പറയുന്ന ഫാക്ടർ അല്ല. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ സെഷൻസിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ ക്വയറീസ് ഒന്നും ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.